നമസ്കാരം. 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. തിങ്കളാഴ്ച നടക്കുന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനാണ് പ്രവർത്തകർ ഒരുങ്ങുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണം ഉണ്ടെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പങ്കെടുത്തേക്കില്ല. അതേസമയം കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 3 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കില്ലെന്നാണ് വിവരം. വിജയ് പങ്കെടുക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. തമിഴ്നാട്ടിൽ മന്ത്രിസഭ വിപുലീകരണമടക്കം നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വിജയ് കേരള യാത്രയ്ക്ക് തൽക്കാലമില്ലെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന് കോൺഗ്രസ് നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദി പ്രകാശനമായി കൂടി വിജയ് എത്തിയേക്കുമെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും അദ്ദേഹം എത്തില്ല എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഒരു സിനിമാ താരം എന്ന നിലയിൽ കേരളത്തിൽ വലിയ ആരാധക വൃന്ദമുള്ള വിജയ് എത്തിയാൽ ആരാധകർ തടിച്ചുകൂടാനുള്ള സാധ്യതയടക്കം നിലനിന്നിരുന്നു. തമിഴ്നാട്ടിൽ TVK അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് നൽകിയ പിന്തുണ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കിയിരുന്നു. കേരളത്തിലെ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. 10,000-ഓളം പേർക്ക് ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. 1,00,000-ഓളം പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിക്കും. പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മന്ത്രിമാർ ലോക് ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖർക്കും ക്ഷണമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് BJP MLA-മാരും എത്തും. അതേസമയം കേരളം പുതിയൊരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കൗതുകകരമായ ഒരു പ്രോട്ടോകോൾ ചർച്ചയുമായിട്ടാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ ഉണ്ടായ വന്ദേമാതര ആലാപന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം മുഴങ്ങുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭരണവൃത്തങ്ങളിലെ പ്രധാന സംസാര വിഷയം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം രാജ്ഭവന്റെ ആവശ്യപ്രകാരമാണ് വന്ദേമാതരം ഉൾപ്പെടുത്തിയതെന്ന് പിന്നീട് തമിഴ്നാട് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിരുന്നു. കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് നിലവിൽ തമിഴ്നാടിന്റെയും അധിക ചുമതല വഹിക്കുന്നത്. ചെന്നൈയിൽ വിജയ് സർക്കാരിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അദ്ദേഹമായിരുന്നു. തമിഴ്നാട്ടിൽ വന്ദേമാതരത്തെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ച അതേ ഗവർണർ തന്നെയാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് VD സതീശൻ സർക്കാരിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്നത് ചടങ്ങിന്റെ പ്രോട്ടോകോളിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ രാവിലെ 7 മുതൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്കായുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നിർദ്ദേശ സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സം ഉണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യണം. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യും. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള UDF-ലെ ആശയക്കുഴപ്പം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗവർണർക്ക് പട്ടിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമായി തുടരുകയാണ്. മുസ്ലിം പ്രതിനിധികൾ ആരൊക്കെ എന്നതിലടക്കം ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.